നമസ്കാരം. റഷ്യയിലെ വിദേശ വിദ്യാർത്ഥികൾക്ക് നേരെ ഭീകരാക്രമണം, പ്രധാനമായിട്ടും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത്. മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഡോർമെട്രിയിൽ അതിക്രമിച്ചു കയറിയതിനു ശേഷമാണ് ഈ ഭീകരവാദി ആക്രമണം നടത്തിയത്. ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഹോളോകോസ്റ്റ് മുദ്രാവാക്യം വിളിച്ച ഈ പ്രതി ആക്രമണം നടത്തിയത്. ഈ സംഭവം നടന്നതായിട്ട് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് സന്നദ്ധ സംഘം ഊഫ എന്ന ഈ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അക്രമിയുടെ ഫോട്ടോയും ഐഡൻറ്റിറ്റിയും ഇതുവരെയും വെളിപ്പെടുത്തുവാനായിട്ട് അധികൃതർ തയ്യാറായിട്ടില്ല. ഒരു ടെലിഗ്രാം ചാനൽ വരുന്ന വിവരമനുസരിച്ച് 15 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ ആക്രമണം നടത്തിയത്. ഇയാൾ നിരോധിക്കപ്പെട്ട സംഘടനയായ നിയോനാസിയിലെ അംഗമാണ്. 2021 ഈ ഭീകരവാദ സംഘടനയെ റഷ്യ നിരോധിച്ചത്. മാധ്യമപ്രവർത്തകർ അടക്കമുള്ള നിരവധി പേർക്കെതിരെ ഈ സംഘടന നേരത്തെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടന്ന ആക്രമണത്തെ വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് ഇന്ത്യൻ എംബസിയും മറ്റും കാണുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് നേരെയുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഉടൻ തന്നെ മറ്റു പ്രതികൾ ഇതിന് പിന്നിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ പിടിക്കപ്പെടും എന്ന് ഉറപ്പാണ്. അത്തരം വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങളാണ് റഷ്യൻ അന്വേഷണ ഏജൻസിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നത്. ഇത്തരം നിയോനാസി പോലുള്ള സംഘടനകളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നത് റഷ്യൻ സർക്കാരിൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തേണ്ടതുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഈ അന്വേഷണ സംഘത്തിന് പൂർണ്ണ പിന്തുണയാണ് ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ളത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.